കുതിരയും കഴുതയും. ഒരിടത്തൊരു പഴയ കുടിലിൽ നദിയുടെ അടുത്തായി ഒരു അലക്കുകാരൻ താമസിച്ചിരുന്നു. കൂടെ അവന്റെ കുതിരയും പിന്നെ കഴുതയും. ഇന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു. ഞാൻ വളരെ തളർന്നിരിക്കുകയാണ്. നീ എങ്ങനെയാണ് വല്ലാതെ തളർന്നിരിക്കുന്നത്? ഞാനല്ലേ എല്ലാ ചുമടും എപ്പോഴും ചുമക്കുന്നത്. നിനക്ക് മുതലാളിയെ ചുമന്നാൽ മതിയല്ലോ. ഓ, എന്ത് പറഞ്ഞാലും ഇനി നിന്റെ കരച്ചിൽ നിർത്തി ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. പക്ഷേ കഴുത പറഞ്ഞതായിരുന്നു ശരി. എല്ലാ രാവിലെയും അലക്കുകാരൻ കഴുകിയ തുണിയുമായി അടുത്തുള്ള ഗ്രാമത്തിൽ പോകുമായിരുന്നു. അവിടെ നിന്നും വീണ്ടും അലക്കാനുള്ള തുണികൾ കൊണ്ടുവരുമായിരുന്നു. കുറേ ദൂരം പോകണമായതുകൊണ്ട് അവൻ സ്വയം കുതിരപ്പുറത്തിരുന്നു. എല്ലാ തുണികളുടെ കെട്ടുകൾ കഴുതയുടെ പുറത്ത് വെക്കുമായിരുന്നു. ആ പാവം കഴുതയുടെ ജീവിതം കഷ്ടമായിരുന്നു. ഇന്ന് തുണി നനയ്ക്കാനുണ്ടോ സാർ? ഓ, നീ വന്നത് നന്നായി. എന്റെ അനിയൻ ഇന്നലെ വന്നിട്ടുണ്ട്. ഭാര്യയും മക്കളുമുണ്ട്. അതുകൊണ്ട് കുറെ തുണികളുണ്ട് നനയ്ക്കാൻ വേണ്ടി. ഒരു കുഴപ്പമില്ല സാർ. ഇത് ഞാൻ നാളെ തന്നെ നനച്ച് തന്നേക്കാം. താങ്ക്സ്. ഇന്ന് തുണി നനയ്ക്കാനുണ്ടോ മാഡം? ഹെൻറി, എന്റെ കൊച്ചുമക്കൾ അവധിക്ക് വന്നിട്ടുണ്ട്. അവർ മുഴുവൻ ദിവസവും കളിച്ചിട്ട് അവരുടെ തുണി ചീത്തയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇന്ന് നിനക്ക് തീർച്ചയായും കുറേ തുണി നനയ്ക്കാൻ കാണും. ഒരു കുഴപ്പമില്ല മാഡം. ഇത് ഞാൻ നാളെ തന്നെ നനച്ചു തന്നേക്കാം. ഇന്ന് തുണി നനയ്ക്കാനുണ്ടോ മാഡം? ഞാൻ ഇന്നലെ കുറച്ച് വൃത്തിയാക്കലൊക്കെ ചെയ്തു. എന്റെ എല്ലാ കട്ടൻസും നല്ലതായി ഒന്ന് അലക്കി വേണം. നീ ദയവായി നല്ലതുപോലെ ഒന്ന് നനച്ചു തരുമോ? ഒരു കുഴപ്പമില്ല മാഡം. ഇത് ഞാൻ നാളെ തന്നെ നനച്ചു തന്നേക്കാം. അങ്ങനെ അലക്കുകാരൻ വീടായ വീട് മുഴുവൻ പോയി കഴുകാനുള്ള തുണികൾ ശേഖരിച്ചു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും, വിരുന്നുകാർക്കും, ആഘോഷത്തിനും വൃത്തിയാക്കലും എല്ലാം ഉണ്ടായിരുന്നു. അവൻ എല്ലാ കെട്ടുകളും ആ കഴുതയുടെ പുറത്തു വെച്ചു. ഇന്ന് കുറെ കെട്ടുകളുണ്ടല്ലോ. ഈ പാവം മൃഗത്തിന്റെ പുറത്ത് അതെങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ കഴുതയുടെ കൂടെ നടന്ന് ഒരു കണ്ണ് വെക്കണം. ഇതിലൊരെണ്ണം പോലും വഴിയിൽ വീഴരുത്. അതുകൊണ്ട് കുതിരയുടെ സവാരി ചെയ്യാതെ അലക്കുകാരൻ കഴുതയുടെ കൂടെ നടന്നു. ആ പാവം കഴുത നടക്കാനായി വിഷമിച്ചു. അതിന്റെ പുറത്ത് നല്ല ഭാരമുണ്ടായിരുന്നുകൊണ്ട് അത് വീഴാൻ സാധ്യതയുണ്ടായിരുന്നു. സൂര്യന്റെ ചൂട് കൂടിക്കൊണ്ടിരുന്നു. അലക്കുകാരൻ തളർന്നവശനായി. ദൈവമേ, ഇന്ന് നല്ല ചൂടാണല്ലോ. ഈ നടത്തമാണെങ്കിൽ എന്നെ തളർക്കുവാണല്ലോ. അതും ഇത്രയും ജോലി ചെയ്യേണ്ട ദിവസം തന്നെ. പക്ഷെ തീർച്ചയായും കുറച്ച് സമയം നമുക്ക് വിശ്രമിച്ചേ പറ്റൂ. ഏയ് കുതിരേ, എന്തുവാടാ? ദയവായി ഇന്ന് എന്റെ പുറത്ത് നല്ല ഭാരമുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ നാടുവെന്ന് ഓടിയോന്ന്. ഇത് ചുമക്കാൻ എന്നെ ഒന്ന് സഹായിക്ക്. ഇന്നെങ്കിൽ മുതലാളിയെയും നിനക്ക് ചുമക്കണ്ടല്ലോ. ദയവായി എന്റെ കുറച്ച് ഭാരം എടുക്കൂ. നീ എടുക്കില്ലേ? തീർച്ചയായും ഇല്ല. എന്റെ ജോലി മുതലാളിയെ ചുമക്കുക എന്നാണ്. നിന്റെ ജോലിയാണ് ഭാരം ചുമക്കുക. നേരെ ചോദ്യത്തിന് നേരെ ഉത്തരം. എന്റെ പാവം കൂട്ടുകാരാ, എന്നോട് ക്ഷമിക്കൂ കൂട്ടുകാരാ. ഞാൻ ഒരിക്കലും നിന്റെ മുകളിൽ ഇത്രയും ഭാരം വെക്കാൻ പാടില്ലായിരുന്നു. ഞാൻ എന്തുകൊണ്ട് കുറച്ച് കുതിരയുടെ പുറത്ത് കയറ്റിയില്ല? എന്നോട് ക്ഷമിക്കൂ.
ക്ഷമിക്കൂ. പക്ഷെ നിനക്ക് മനസ്സിലാകും എന്ന് കരുതുന്നു. നമ്മുടെ പാവം കഴുതയ്ക്ക് ഇന്നു ദിവസം വിശ്രമം കൊടുക്കാം. എനിക്കിത് കിട്ടണം കൂട്ടുകാരാ. ഞാൻ ആദ്യമേ ഇത്രയും സ്വാർത്ഥത കാട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഭാരം പങ്കിട്ടെടുക്കാമായിരുന്നു. എനിക്ക് ഇപ്പോഴത്തെ കാലം പകുതിയെ ചുമന്നാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ദുഷ്ടത്തരം കാണിച്ചതുകൊണ്ട് ഇതെല്ലാം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഭാരം എപ്പോഴും പങ്കുവെക്കണം ഒരുമിച്ച് എന്നാണ്. കൂട്ടുകാരെ സഹായിക്കൂ, ഒരുമിച്ച് ചിന്തിക്കൂ. അങ്ങനെ ആർക്കും ഒരു ഭാരമാവില്ല. അത് മാത്രമല്ല, എല്ലാ ജോലിയും എളുപ്പത്തിലും ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും കഴിയും. മടിയനായ കഴുത. പണ്ടൊരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു വ്യാപാരി പാർത്തിരുന്നു. അയാൾ മാർക്കറ്റിൽ പലതരം സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു. ആ വ്യാപാരിയുടെ പക്കൽ ഒരു കഴുതയുണ്ടായിരുന്നു. ചാക്കിനകത്ത് സാധനങ്ങളെല്ലാം കയറ്റി കഴുതയുടെ പുറത്തു വെച്ചാണ് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റിരുന്നത്. ആ വ്യാപാരി ആ കഴുതയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അയാളുടെ വ്യാപാരത്തിന് കഴുത വളരെ പ്രധാനമാണെന്ന് അയാൾക്ക് തന്നെ അറിയാമായിരുന്നു. അയാൾ ആ കഴുതയെ ആരോഗ്യപരമായി നല്ലവണ്ണം പരിപാലിച്ചു. കഴിക്കാൻ നല്ല എണ്ണം ആഹാരം കൊടുത്തു. നല്ല ആരോഗ്യവും ചെറുപ്പവുമായിരുന്നു ആ കഴുത. അതുകൊണ്ട് സാധനങ്ങൾ കുത്തി നിറച്ച ചാക്കുകൾ എത്ര തന്നെ ഉണ്ടായാലും കഴുത പുറത്തു വെച്ച് പോകുമായിരുന്നു. എന്നാൽ ഈ കഴുത ഒരു മടിയനുമായിരുന്നു. ആ കഴുതയ്ക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. ആ കഴുതയ്ക്ക് എപ്പോഴും ആഹാരം കഴിച്ച് കിടന്നുറങ്ങാനാണ് ഏറെ ഇഷ്ടം. ആഹാ, വീണ്ടും മാർക്കറ്റിലേക്കോ? അങ്ങൊന്നും ഒരു ദിവസവും അവധി തരുന്നില്ല. അവധി ദിവസങ്ങളിലും ജോലി ചെയ്യണം. അദ്ദേഹത്തിന് വിശ്രമം വേണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് വേണ്ടേ? എന്നാൽ ആ വ്യാപാരി എന്തിനാണ് ദിവസവും മാർക്കറ്റിൽ ചെല്ലുന്നതെന്ന് ആ കഴുതയ്ക്ക് അറിയില്ലായിരുന്നു. എന്നാൽ വ്യാപാരി മാർക്കറ്റിൽ പോയില്ലെങ്കിൽ അയാൾക്ക് സമ്പാദിക്കാനേ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അയാൾക്കും കഴുതയ്ക്കും ഭക്ഷണം ഉണ്ടാവുമായിരുന്നില്ല. മാർക്കറ്റിൽ ഏത് സാധനത്തിനാണോ കൂടുതൽ അത്യാവശ്യം അത് അയാൾ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. പയറുവർഗ്ഗങ്ങൾ, ഗോതമ്പ്, പച്ചക്കറികൾ, മസാലകൾ, പിന്നെ ഫ്രൂട്ട്സുകൾ. ദിവസവും അയാൾ കഴുതയും കൂട്ടി മാർക്കറ്റിൽ പോകുമായിരുന്നു. ഓരോ ദിവസവും മാർക്കറ്റിൽ പോകണമെങ്കിൽ ഒരു പുഴ കടന്നു വേണം പോകാനുണ്ടായിരുന്നത്. പുഴ മറികടക്കുന്ന സമയത്ത് വ്യാപാരി കഴുതയെ വളരെയധികം ശ്രദ്ധിക്കുമായിരുന്നു. ഒരു ദിവസം ഈ വ്യാപാരിയുടെ കൂട്ടുകാരൻ മാർക്കറ്റിലേക്ക് ഉപ്പ് വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞിരുന്നു. ആഹാ, എന്നോട് ഇക്കാര്യം പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് ഉപ്പ് കച്ചവടം തുടങ്ങാം. ഉടൻ തന്നെ വ്യാപാരി 12 ചാക്ക് ഉപ്പ് വിൽക്കുവാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹം ആദ്യം 6 ചാക്കുകൾ കൊണ്ടുവന്ന് കഴുതയുടെ പുറത്തു വെച്ചു. എല്ലാ ചാക്കുകളും കഴുതയുടെ പുറത്ത് വെക്കുകയാണെങ്കിൽ കഴുതയെ കൊണ്ട് നടക്കാൻ പറ്റില്ലെന്ന് വ്യാപാരിക്ക് മനസ്സിലായി. ഓ പാവം, ഇതിന് ഇത്രയും ഭാരം ചുമക്കാൻ പറ്റുന്നില്ല. ശരി, ഞാൻ ഒരു ചാക്കിനെ താഴെ ഇറക്കാം, അപ്പോഴേ ശരിയാകൂ. കഴുതയ്ക്ക് ഭാരം തോന്നാൻ പാടില്ലെന്ന് കരുതി ഒരു ചാക്ക് കെട്ട് അയാൾ താഴേക്ക് ഇറക്കി വെച്ചു. പക്ഷെ കഴുത അവിടെ നിന്നും അനങ്ങാൻ തന്നെ തീരുമാനിച്ചില്ല. വ്യാപാരിക്കാണെങ്കിൽ കഴുതയെന്ന് വെച്ചാൽ വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ കഴുത മടിയനാണെന്ന കാര്യവും അയാൾക്കറിയാമായിരുന്നു. അയാൾ ഒരു വടിയെടുത്ത് കഴുതയെ തല്ലി. നോക്ക്, നീ ഇത്രയും മടിയനാകരുത് കേട്ടോ. നീ വേണ്ടത്ര വിശ്രമം എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് മാർക്കറ്റിൽ പോയേ മതിയാകൂ. ആ വ്യാപാരി അന്നത്തെ ദിവസം ഉപ്പ് ചാക്ക് മുഴുവനും മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. ആഹാ, എന്റെ ഫ്രണ്ട് പറഞ്ഞത് ശരിയാണ്. ഉപ്പിന്റെ ആവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ കൂടിയിരിക്കുകയാണ്. അതിനുശേഷം വ്യാപാരി ദിവസവും ഉപ്പ് ചാക്ക് കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കാൻ തുടങ്ങി. ഉപ്പിന്റെ ചാക്കുകെട്ടുകൾ അട്ടിക്കട്ടിക്ക് കഴുതയുടെ പുറത്ത് നിരത്തി വെക്കാൻ തുടങ്ങി. കഴുത എന്നും 5 ചാക്കോ അല്ലെങ്കിൽ 6 ചാക്കോ ചുമന്നു കൊണ്ടുപോയി മാർക്കറ്റിൽ കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇത് ആ കഴുതയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് കഴുത വളരെയധികം സന്തോഷിച്ചു. കാരണം വ്യാപാരി ഉപ്പു ചാക്കുകളൊക്കെ വിറ്റു കഴിഞ്ഞാൽ പിന്നെ വെറുതെ വന്നാൽ മതിയല്ലോ കഴുതയ്ക്ക്. ഇതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വ്യാപാരി 6 ഉപ്പു ചാക്കുകൾ കഴുതയുടെ പുറത്തു വെച്ച് മാർക്കറ്റിലേക്ക് ചെന്നു. അന്ന് പുഴയുടെ കരയിലെത്തിയതും വെള്ളം അധികമാണെന്ന് ആ വ്യാപാരിക്ക് മനസ്സിലായി. നമ്മൾ വളരെ സാവധാനത്തിൽ പോകാം. നീ അറിഞ്ഞോ അറിയാതെയോ ഈ വെള്ളത്തിൽ വീഴണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
പകുതി ദൂരത്തോളം വന്നതും ഒരു വലിയ പാറക്കല്ലിൽ കാല് തട്ടി കഴുത തെന്നി വീണു. എണിക്കാനാവാതെ കഴുത വിഷമിച്ചു. ഓ അല്ല, എന്താ ഇത്? ആ വ്യാപാരി വളരെ ശ്രമിച്ച് കഴുതയെ ഒരു കണക്കിന് പുഴയുടെ കരയ്ക്കെത്തിച്ചു. ആ കഴുത വളരെയധികം പേടിച്ച് വിറച്ചിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അല്ല, ഈ ചാക്ക് കെട്ടിരുന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഭാരം തോന്നാത്തത്? ഈ വെള്ളത്തിന് മാന്ത്രിക ശക്തി ഉണ്ടോ? നന്ദി നന്ദി. കഴുത വിചാരിച്ചു ഇതിൽ ഒരു മന്ത്രവും ഇല്ലെന്നുള്ള കാര്യം. പുഴയിൽ വീണത് കൊണ്ടാണ് ഉപ്പെല്ലാം അലിഞ്ഞുപോയെന്നുള്ള കാര്യം കഴുതയ്ക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് കഴുതയ്ക്ക് വളരെയധികം ഭാരം കുറഞ്ഞു പോയത്. ആ ചാക്ക് തുറന്നു നോക്കിയപ്പോൾ ഒരു തരി ഉപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ആഹാ, ഞാൻ അധ്വാനിച്ചതൊക്കെ വെറുതെ ആയല്ലോ. ഇനി ഞാനിപ്പോ എന്താ വിൽക്കുക? ഭാഗ്യം, എന്റെ കഴുതയ്ക്കൊന്നും പറ്റിയില്ല. ഇനിയിപ്പോ മാർക്കറ്റിൽ പോയിട്ടും ഒരു പ്രയോജനവുമില്ല. എനിക്ക് ഉടൻ തന്നെ വീട്ടിൽ പോണം. എന്ത്? എന്റെ മുതുകത്ത് ഭാരമില്ലെങ്കിൽ എനിക്ക് ജോലിയില്ലെന്നോ? ആ നദിയിൽ തീർച്ചയായും എന്തോ മാന്ത്രിക ശക്തി ഉണ്ട്. പോകാതെ തിരിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് വന്നത് കഴുതയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി. ദിവസം മുഴുവൻ ആഹാരം കഴിച്ച് നല്ലവണ്ണം ഉറങ്ങിയത് അത്രയ്ക്ക് സന്തോഷവാനായിരുന്നു. പിറ്റേ ദിവസം ആ വ്യാപാരി 6 ഉപ്പു ചാക്കുകൾ കഴുതയുടെ പുറത്ത് കയറ്റി. എന്നിട്ട് വ്യാപാരി കഴുതയുമായി മാർക്കറ്റിൽ ചെന്നു. ഓ, ഇന്നലെ നന്നായിരുന്നു. ഇന്ന് വീണ്ടും എനിക്ക് ജോലിക്ക് പോണ്ടി വന്നു. ഒരു നിമിഷം, ഇന്ന് ജോലി ചെയ്യാതിരിക്കാം. വീണ്ടും നദിയിൽ വീണാൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചു പോകാം. അതും ഇന്നലത്തെ പോലെ. ആ വെള്ളത്തിൽ എന്തോ മന്ത്രശക്തിയുണ്ട്. അത് തീർച്ചയായും എന്നെ സഹായിക്കുമെന്ന് തോന്നുന്നു. കഴുത ആലോചിച്ച് എന്തെന്നറിയാതെ വ്യാപാരി മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പുഴയുടെ അടുത്തെത്തിയതും കഴുത സ്വയം നടന്നങ്ങ് മുന്നോട്ട് പോയി. വ്യാപാരി തടയുന്നതിന് മുൻപ് തന്നെ ഇന്നലെ വീണ അതേ സ്ഥലത്ത് തന്നെ കഴുത വീഴുകയും ചെയ്തു. നീ എന്താണ് ചെയ്യുന്നത്? എഴുന്നേൽക്ക്. എന്നാൽ സമയം വൈകിപ്പോയിരുന്നു. കഴുതയുടെ പുറത്തുണ്ടായ ഉപ്പുചാക്കുകൾ മുഴുവനും അലിഞ്ഞില്ലാതായി. ഭാരം വളരെ കുറഞ്ഞതും കഴുതയ്ക്ക് അതിയായ സന്തോഷം തോന്നി. ഓഹോ, ഭാരമില്ല, ജോലിയുമില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഒരു മിനിറ്റ്. ഒരുപക്ഷെ വേണമെന്ന് വെച്ച് ഈ കഴുത വീഴുകയാണ്. ആഹാ, മടിയനായ കഴുത. ഞാൻ ഇതിനെ എത്ര നന്നായി നോക്കുന്നു, പക്ഷെ ഇത് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ആദ്യം ഞാൻ ഇതിനെ വീട്ടിൽ കൊണ്ടുപോട്ടെ, എന്നിട്ട് ഞാൻ അതിനെ കാണിച്ചു കൊടുക്കാം. ജോലിയിൽ നിന്നും രക്ഷപ്പെട്ടെന്ന് കരുതി കഴുത സ്വയം ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ വ്യാപാരി ശരിക്കും ഒരു പ്ലാൻ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ 8 ഉപ്പുചാക്ക് കെട്ടുകൾ കഴുതയുടെ പുറത്തു വെച്ചു. പക്ഷെ ആ കഴുത ഒട്ടും തന്നെ വിഷമിച്ചിരുന്നില്ല. ഓ, 8 ചാക്കോ? പക്ഷെ ഞാനെന്തിനിത് ഭാരമായി കാണണം? ഇത് വലിയ കാര്യമൊന്നും അല്ലല്ലോ. എന്റെ മുതുകത്ത് എത്ര ചാക്ക് വെച്ച് കെട്ടിയാലും എനിക്ക് ദുഃഖമൊന്നുമില്ല. എന്തായാലും ഞാൻ മാർക്കറ്റിൽ പോകുന്നേ ഇല്ല. അത്ര തന്നെ. വ്യാപാരി ഒന്നും മിണ്ടാതെ പുഴയുടെ വക്ക് വരെ ചെന്നു. ആഹാ, എന്റെ മന്ത്രശക്തി എവിടെ? പുഴ മറികടക്കുന്ന സമയത്ത് അതേ സ്ഥാനത്ത് കഴുത വീണ്ടും വീഴുകയും ചെയ്തു. എപ്പോഴും പോലെ കഴുത അതേ സ്ഥാനത്ത് തന്നെ ഇരുന്നു. എന്നാൽ ഇന്നത്തെ ദിവസം വ്യാപാരി മനഃപൂർവ്വം കഴുതയെ പൊക്കിയില്ല. എന്നാൽ ആ കഴുത എണീക്കാൻ വളരെയധികം ശ്രമപ്പെടുന്ന സമയത്ത് എഴുന്നേക്കാൻ പറ്റുന്നില്ലല്ലോ. മുതുകിന് വല്ലാത്ത ഭാരം തോന്നുന്നല്ലോ. ഒരുപാട് ഘനം തോന്നുന്നു. എന്തായിരിക്കും പറ്റിയത്? എന്നാൽ വ്യാപാരി അതിബുദ്ധിമാനായിരുന്നു. കഴുത വീണ്ടും ഇതേ പണി തന്നെ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം ഉപ്പുചാക്കിന് പകരം പഞ്ഞിക്കെട്ടുകളാണ് ഇത്തവണ കഴുതയുടെ പുറത്ത് കെട്ടിയത്. അതുകൊണ്ട് കഴുത മനഃപൂർവ്വം വെള്ളത്തിലിരുന്നപ്പോൾ പഞ്ഞിയൊക്കെ നനഞ്ഞ് ഒരുപാടങ്ങ് വീർത്ത് ഭാരമായി. നീ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കിയായിരുന്നല്ലേ? ഈ 8 ചാക്കും മാർക്കറ്റിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ നിന്നെ വീട്ടിലേക്ക് കയറ്റുകയുള്ളൂ. അയ്യോ അയ്യോ, എന്ത് പറ്റി? വല്ലാത്ത ഭാരം തോന്നുന്നല്ലോ. എന്റെ മുതുകൊടിഞ്ഞു. അവസാനം കഴുതയ്ക്ക് പുഴയിൽ ഒരു മാന്ത്രികവും ഇല്ലെന്നുള്ളത് മനസ്സിലായി. ആ 8 പഞ്ഞിച്ചാക്കുകെട്ടുകൾ മാർക്കറ്റിൽ വരെ കൊണ്ടുചെന്ന് തിരിച്ച് വീട്ടിലേക്കും വന്നു. അന്ന് മുതൽ കഴുത വെള്ളത്തിൽ വരുമ്പോൾ ഒരിക്കലും ആ തെറ്റ് ചെയ്യരുതെന്ന് തീരുമാനിച്ചു.